മുസ്ലിങ്ങളോട് നിയമം പറയുമ്പോ മറ്റുള്ളവർക്ക് എന്തിനാണ് ഇത്ര വപ്രാളം? ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല. സോഷ്യൽ മീഡിയകളിൽ യുക്തിവാദികളും മതനിഷേധികളൊക്കെ ആഘോഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ അടുത്ത് ഫേസ്ബുക്കിൽ അവർ ആഘോഷിക്കുന്ന ഒരു ആഘോഷം, ഒരു ഫോട്ടോ. എന്താ ഫോട്ടോ? മരണ വീടിലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം. അതിനോട് ചേർന്ന് സ്ത്രീകൾക്കുള്ള വഴി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മരിച്ച വീട്ടിലേക്ക് ആണും പെണ്ണും വരുമ്പോ സ്ത്രീകൾ ഈ വഴിക്ക് പോകണമെന്നൊരു ബോർഡ് വെച്ചതിന്റെ പേരിൽ ഇസ്ലാമിക നിയമങ്ങളെ കൊച്ചായി ചിത്രീകരിക്കുന്ന. കാരണം ആണും പെണ്ണും വേർതിരിയാൻ പാടില്ല. ഒരു പെണ്ണ് കേസ് കൊടുത്തത് എന്തിനാ? ഒരു കല്യാണ വീട്ടിൽ പോയപ്പോ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അവളെ ഇരുത്തി ഭക്ഷണം കൊടുത്തതിന്. ഭക്ഷണശാല ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ. അവിടെ ഞങ്ങൾ പെണ്ണുങ്ങളെ അവമതിച്ചു, നിന്ദിച്ചു എന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ ഭക്ഷണം കൊടുത്തത് സ്ത്രീകൾക്ക് വേറെ ബോർഡ് വെച്ചുകൊണ്ട് വേറെ സെക്ഷൻ തിരിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ഫെമിനിസ്റ്റുകളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചതിന്റെ പേരിൽ, പ്രകൃതിപരമായി വേർതിരിച്ചതിന്റെ പേരിൽ, അവരുടെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ വേർതിരിച്ചതിന്റെ പേരിൽ ലോകത്ത് നന്മകളെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ പറയട്ടെ, ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിച്ച ITR എന്ന് പറയുന്ന ഒരു സംഘം ലോകത്ത് ആയിരക്കണക്കിന് സിറ്റികളിൽ ഒരു പഠനം നടത്തി. എന്താ പഠനം? 10 കാറ്റഗറി വെച്ചു. ആ 10 മാനദണ്ഡങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന നാട്, പട്ടണം ഏതാണ്? അതാ പഠനം. സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ എവിടെയാണുള്ളത്? സ്ത്രീകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ എവിടെയാണ് പറ്റുക? പൂവാലന്മാരുടെ ശല്യമില്ലാതെ നട്ടപ്പാതിര നേരത്ത് ഒറ്റക്ക് പെണ്ണിന് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജീവിക്കാനും പറ്റുന്ന നാട് ഏതാണ്? സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, 10 നിയമങ്ങൾ, 10 കാറ്റഗറി വെച്ച് ആയിരക്കണക്കിന് ടൗണുകളിൽ പഠനം നടത്തിയപ്പോ പെണ്ണിന് ഏറ്റവും അനുകൂലമായ നിയമമുള്ള സ്ത്രീകൾ അവരുടെ അഭിപ്രായ പ്രകാരം, അവർക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം അവർക്ക് ഏറ്റവും സംതൃപ്തിയുള്ള സുരക്ഷിത യാത്ര, സുരക്ഷിതമായ ജീവിതം, എല്ലാ അർത്ഥത്തിലും അവർക്ക് അന്തസ്സും അഭിമാനവുമുള്ള ഒന്നാമത്തെ സിറ്റിയായി ജർമ്മനിയിലെ ITR കമ്പനി തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയിലെ മദീന എന്ന് പറയുന്ന സിറ്റി ആയിരുന്നു. ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന സിറ്റിക്ക് അന്നത്തെ ആ റാങ്കിങ്ങിൽ കിട്ടിയത് 96ാമത്തെ സ്ഥാനമാണ്. 1ാം സ്ഥാനം കിട്ടിയത് മദീനക്കാണ്. മദീനയിൽ പോയാൽ അറിയാ, പെണ്ണുങ്ങൾ പർദ്ദയിട്ട് മാന്യമായി സഞ്ചരിക്കുന്നത്. അവർക്ക് അനുകൂലമായ നിയമം, മുത്തനബിയുടെ നിയമം, ഇസ്ലാമിന്റെ നിയമം. അവിടുത്തെ പെണ്ണുങ്ങൾ ലോകത്തിന്റെ വിവിധ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന സ്ത്രീകൾ മദീനയിലെത്തിയാൽ അവർ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. ഇത് നമ്മൾ നടത്തിയ പഠനമല്ല. ജർമ്മനിയിലെ ക്രിസ്ത്യാനികളും മറ്റു മതവിഭാഗക്കാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്പനി നടത്തിയ പഠന. ലോക ചരിത്രത്തിൽ പെണ്ണ് മാന്യമായി ജീവിച്ചത് ഇസ്ലാമിന്റെ ഈ മനോഹരമായ നിയമം ഉള്ളയിടങ്ങളിലാ. പിന്നെ ഞങ്ങളിത് വേർതിരിവ് നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് വേദന. മരണ വീട്ടിൽ പെണ്ണിന് വേറെ വഴിക്ക് ബോർഡ് വെച്ചാൽ, കല്യാണ വീട്ടിൽ കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് വേറെ സെക്ഷൻ തിരിച്ചാൽ അതിലാ നിങ്ങൾക്ക് വേദന. നിങ്ങൾ എന്താ സമരം ചെയ്യാത്തത്? കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് നിയമങ്ങളില്ലേ? ഇന്ത്യൻ റെയിൽവേയിലെ ഏത് ട്രെയിനിലും ഉണ്ടാകും ലേഡീസ് കമ്പാർട്ട്മെന്റ്. നമ്മളെങ്ങാനും ചാടിക്കയറിയാൽ ഓടുന്ന വണ്ടിയിൽ അറിയാതെ കയറിയാലും പെണ്ണുങ്ങൾ ഉന്തിത്തള്ളി താഴടും. ഇത് ഞങ്ങളെയാണ്, അപ്പുറത്ത് പോയിക്കോ. ഒരു ട്രെയിനിലും പുരുഷ ബോഗിയില്ല, പുരുഷന് മാത്രമുള്ള ബോഗി. ടോയ്ലറ്റുകൾ പലയിടത്തും, പൊതു ഇടങ്ങളിലും പലയിടത്തും ഉണ്ടാകും. ക്യാമ്പസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ ബോർഡ് ഉണ്ടാകും, ഇത് പെണ്ണിന് മാത്രമുള്ളത്. അവരാണ് അബദ്ധത്തിൽ ചെന്നാൽ അവൻ ആട്ടിയകറ്റും. എന്തിനാണ് അവിടെ പെണ്ണിന് വേർതിരിവ്? എന്തിനാണ് ബോഗികളിൽ വേർതിരിവ്? അതേപോലെ ഇന്ത്യയിലും കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ വനിതാ കമ്മീഷൻ ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ കീഴിലുണ്ട്. എന്തിനാ വനിതാ കമ്മീഷൻ? എന്താ പുരുഷ കമ്മീഷൻ ഇല്ലാത്തത്? കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട് വനിതാ കമ്മീഷൻ, എന്തേ പുരുഷ കമ്മീഷൻ ഇല്ലാത്തത്? UN-ലുണ്ട്, ഐക്യരാഷ്ട്രസഭയിലുണ്ട് വനിതകൾക്ക് പ്രത്യേക കമ്മിറ്റിയും കമ്മീഷനും, എന്തേ പുരുഷന്മാർക്കില്ലാത്തത്? ഇത് ലോകത്തിന്റെ ഒരു മാനദണ്ഡ കൂട്ടരെ. ഇത് ഇസ്ലാമിന്റെ മാത്രം നിയമമല്ല. ലോകത്തെ ഭരണാധികാരികളിൽ ആരാ ഭൂരിപക്ഷം? ലോകത്തെ പട്ടാളക്കാരിൽ ആരാ ഭൂരിപക്ഷം? ലോകത്തെ പോലീസുകാരിൽ ആരാ ഭൂരിപക്ഷം? ഇപ്പൊ ഇസ്രയേലും പലസ്തീനും തമ്മിൽ യുദ്ധം താൽക്കാലികമായി വിരാമമിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇസ്രയേൽ ഒരുപാട് പട്ടാളക്കാരെ ഗസയിലേക്ക് പറഞ്ഞയച്ചു. അതിൽ എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു? അതിൽ ഒരുപാട് ആളുകൾ, 800-ലേറെ ഇസ്രയേൽ പട്ടാളക്കാർ മരണപ്പെട്ടു. ഫലസ്തീനികളും അതേപോലെ പിന്നെ യമനിലെ ഹൂത്തികളും അതോടൊപ്പം തന്നെ ലബനാനിലെ ഹിസ്ബുള്ളയുമായിട്ടൊക്കെ യുദ്ധത്തിൽ 800-ലധികം ഈ ഇസ്രയേൽ പട്ടാളക്കാർ മരിച്ചു. അതിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? കാരണം പെണ്ണുങ്ങൾ എത്ര അങ്ങോട്ട് പറഞ്ഞയച്ചത്? പെണ്ണിന് ദൗർബല്യമുണ്ട്, ശാരീരികമായ പരിമിതികളുണ്ട്, മാനസികമായ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം അതിനെതിരെ തിരിയുന്ന മതമല്ല. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വേദിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാമല്ലോ. അതിന്റെ പേരിൽ പെണ്ണിന് പഠിക്കാൻ പാടില്ല എന്നോ,
പെണ്ണിന് ഉദ്യോഗം നേടാൻ പാടില്ല എന്ന് സമസ്ത തീരുമാനിച്ചിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലുള്ള ഉസ്താദുമാരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട്. സമസ്തയുടെ മുശാവറ, ആ മുശാവറ മെമ്പർമാരായ ഉസ്താദുമാരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട്. MBBS അതിനപ്പുറം MD ഒക്കെ പൂർത്തിയാക്കിയവര്, PG നേടിയവര്, അധ്യാപികമാര്, പല കോഴ്സുകളും പഠിച്ചവര്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എല്ലാ മതവിഭാഗത്തിലെ കുട്ടികളും പട്ടിക്കാട്ട് ME എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഫളീല കോഴ്സ് ഉണ്ട്. SNECയുടെ കീഴിൽ സ്ട്രീമുകളുണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞും 10ാം ക്ലാസ് കഴിഞ്ഞും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഏത് രംഗം വരെ പോകാനും, MBBS എഞ്ചിനീയറിംഗോ അതിനപ്പുറം അവരുടെ ഏത് കോഴ്സിനും പഠിക്കാൻ, പൈലറ്റുമാരാവാനോ അവരുടെ താല്പര്യം അനുസരിച്ച് അതിൽ ചില നിയമങ്ങൾ ഉണ്ടാകും. വേഷവിധാനത്തിൽ, അവരുടെ അച്ചടക്കത്തിൽ, അവരുടെ ജീവിതത്തിൽ. ഇതൊന്നും തടസ്സമല്ലല്ലോ. സമസ്ത അതിനൊന്നും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല, മതത്തിന്റെ അതിർവരമ്പുകളല്ലാതെ. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പൈലറ്റ് ആവാൻ തടസ്സമല്ല, ഒരു പെൺകുട്ടിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ തടസ്സമല്ല. മുസ്ലിം സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശം, മുസ്ലിം സ്ത്രീയും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ മതപരമായ ചില അതിർവരമ്പുകൾ, അത് ഉലമാക്കൾ പറയുമ്പോൾ അതിനെതിരെ എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുകയാണ്. മതനിഷേധികൾക്കും യുക്തിവാദികൾക്കും മതനിരാസത്തിന്റെ ആളുകൾക്കൊക്കെ ഇതിൽ കോളുണ്ടാവാം. പക്ഷെ അവരോടൊപ്പം സുന്നി ഉലമാക്കളെ ആക്രമിക്കാൻ അരുചേരുന്ന ബിദ്അത്തുകാര്, വഹാബികൾ, മൗദൂദികൾ, നിങ്ങൾക്ക് എന്ത് അവകാശം ഇതിൽ കക്ഷി ചേരാൻ? സുന്നി ഉലമാക്കൾ അവരുടെ നിയമം പറയും. സ്ത്രീകൾക്ക് അവരുടെ മാന്യമായ വേഷവിധാനമുണ്ട്, പർദ്ദ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. പർദ്ദ ധരിക്കണം, പെണ്ണ് ഔറത്ത് ധരിക്കണം, ഔറത്ത് മറക്കണം എന്ന് സുന്നി പണ്ഡിതന്മാർ നാട്ടിലെ ഹിന്ദു പെണ്ണുങ്ങളോട് പറയുന്നില്ല, ക്രിസ്ത്യൻ പെണ്ണുങ്ങളോട് പറയുന്നില്ല. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളോട്, മുസ്ലിം കുടുംബങ്ങളോടാണ് സുന്നി ഉലമാക്കൾ പറയുന്നത്. ഇസ്ലാം പഠിപ്പിച്ച മാന്യമായ വേഷവിധാനം നിങ്ങൾ ധരിക്കണം, ഇസ്ലാമിന് വിരുദ്ധമായ വേഷവിധാനം ധരിക്കരുത്. സമസ്തയുടെ ഉലമാക്കൾ പറയുന്നു സ്ത്രീകൾക്ക് അതിർവരമ്പുകളുണ്ട്. അന്യ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരാൻ പാടില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാ. ഇത് സമസ്ത അല്ലെങ്കിൽ സുന്നി ഉലമാക്കൾ കൂടി തീരുമാനിച്ച തീരുമാനങ്ങളല്ല, ദൈവികമായ തീരുമാനങ്ങളാണ്. ദൈവമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ആണുങ്ങളെ ആണുങ്ങളായി, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളായി പടച്ചത്. ആ പടച്ച തമ്പുരാനാണ് നിയമം വെച്ചത്. ആണിന് ആണിൻ്റെതായ പ്രകൃതം, ആണിന്റെ നിയമങ്ങൾ, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ നിയമങ്ങൾ. അത് പാലിക്കാൻ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന, ഇലാഹിയായ നിയമങ്ങൾ അനുസരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്.